സർ ഇപ്പോഴേ പുതിയ ഒരു ചികിത്സാ രീതിയായി കൊണ്ടു നടക്കുന്നുണ്ട് ഹിജാമ എന്നുള്ള ചികിത്സാ രീതി. അതൊരു ചികിത്സാ രീതി എന്നതിലുപരി സുന്നത്താണ് എന്ന രീതിയിൽ ചില ആളുകൾ അതിനുവേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ശരിക്ക് എന്താണ്? കൊമ്പ് വെക്കുക എന്നുള്ളത് അത് മുശ്രിക്കന്മാരും ചെയ്തു, അബൂജാഹിലും ചെയ്തിരുന്നു. സുന്നത്താണെങ്കിൽ അറബി മുശ്രിക്കന്മാരും എന്താണ് സുന്നത്ത് എന്ന് പറയേണ്ടി വരും. അത് അക്കാലത്തുള്ള ഒരു ചികിത്സയാണ്. ആ ചികിത്സയെ നബി പ്രോത്സാഹിപ്പിച്ചെന്നുള്ളൂ. ഇതൊക്കെ നബി എന്നെ പറഞ്ഞ അയിലമുബി ഉമ്മുരു ദുനിയാവുക്കും, ദുനിയാവിന്റെ കാര്യം എന്നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ചികിത്സ തന്നെ വൈദ്യശാസ്ത്രം എന്ന് പ്രായോഗികമാക്കണമെന്നില്ല. അത് നബി ഒരിക്കലും ദീന എന്ന നിലക്ക് പറഞ്ഞതല്ല. ദുനിയാവിന്റെ ഒരു ചികിത്സാ രീതി അത് ഹറാമാക്കില്ല എന്നാണ്. അത് മുശ്രിക്കന്മാരും ഹിജാമ് ചെയ്തിരുന്നു. അപ്പൊ അവരും സുന്നത്തെടുത്തിരുന്നു എന്ന് പറയേണ്ടി വരും. അത് ഓരോ കാലത്തിന് ചികിത്സാ രീതികൾ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ പലതും ഉണ്ട്. ബുഖാരി അലൈക്കും സന്നാവസനുത്തായ വയറിളക്കുന്ന മരുന്നാണ്. അത് സുന്നാമാക്കി എന്ന് പറയും. അത് നിങ്ങൾ ഉപയോഗിച്ചോളിന്ന് പറഞ്ഞ് ഇന്ന് വയറിളക്കാരും സുന്നാമാക്കി അന്വേഷിച്ച് തേടാറില്ല. ഹദീസ് ഇവര് ആദ്യം എന്താ പഠിക്കണം. ഹദീസില് സത്ത പിടിക്കേണ്ടതുണ്ട്, അതിന്റെ ബാഹ്യം പിടിക്കണമുണ്ട്. ചിലതൊക്കെ സത്യം നമ്മൾ പിടിക്കേണ്ടി. ആ നിലക്കാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം വെള്ളിയാഴ്ച എന്താണ് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നത്. നബിയോ സഹാബിമാരോ ഒരിക്കലും മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചത് കാണൂല, അറബിയിൽ തന്നെയാണ്. പക്ഷെ അറബി ആകുക എന്നല്ലതാ എല്ലാവരുടെ മർമ്മം. ജനങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ മടങ്ങണം. അതുപോലെ തന്നെ ഫിത്ർ ബുഖാരി മുസ്ലിമിനൊക്കെ എടുത്തു നോക്കിയാൽ ഗോതമ്പ്, വെണ്ണക്കട്ടി, ബാർലി ഇതൊക്കെ ഒരു സാവ് കൊടുക്കാനാ പറഞ്ഞത്. അരി കൊടുക്കാൻ നബി ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, സഹാബത്താരും അരി കൊടുത്തിട്ടുമില്ല. പക്ഷെ നമ്മൾ തത്വത്തിലേക്ക് മടങ്ങാം. ഇങ്ങനെ ധാരാളം ഇത് കാണും. ഇപ്പൊ നബി നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ബിൽ മായി വസിദിരിയാറിന് നിങ്ങൾ വെള്ളം കൊണ്ടും താളി കൊണ്ടും മയ്യത്ത് കുളിപ്പിക്കണം. ബുഖാരിൽ ധാരാളം ഹദീസ് കാണാം. പക്ഷെ ഇന്ന് നമ്മളാരും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി താളി അന്വേഷിച്ചു പോകാറില്ല. അവിടെ തത്വത്തിലേക്ക് മടങ്ങുക, വൃത്തിയാണെന്നാ. അപ്പൊ സോപ്പ് ഉപയോഗിക്കാണ്. അതുപോലെ തന്നെ ബുഖാരി കാണാം ജനാപത്ത് കുളിക്കുമ്പോൾ നിങ്ങൾ മണ്ണിന് തുറാബിന് മണ്ണ് കൈ തേക്കണമെന്ന്. പക്ഷെ ഇന്ന് നമ്മൾ മണ്ണ് ബാത്റൂമിൽ ആരും മണ്ണ് കൊണ്ട് കൊടുക്കാറില്ല. പിന്നെ ബുഖാരിൽ ബാബനുണ്ട്, മലമൂത്ര വിസർജനത്തിന് നബി പോണ സമയത്ത് ഒരു വടിയും കയ്യിൽ പിടിക്കാറുണ്ട്, വെള്ളം കൊണ്ടുപോകാറുണ്ട് എന്നാ. അപ്പൊ ഇന്ന് നമ്മൾ കക്കൂസ് പോകും വെള്ളം പാത്രമായിട്ടും വടിയായിട്ട് പോകേണ്ട ആവശ്യമല്ല. കാരണം അത് വിജനമായ പ്രദേശത്താണ്. ആ വിജനമായ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ വെള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നബി കൂടെ വെള്ളം കൊണ്ടുപോകും. പിന്നെ ഉപദ്രവജീവികളുണ്ടാവും. അപ്പൊ എന്താണ്, വടി പിടിക്കും. ഇങ്ങനെ ബുഖാരിൽ കാണാം ബാബു സിർബാലി നിങ്ങളുടെ കുപ്പായം എടുക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ കുപ്പായം ധരിക്കല് ബാബനെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വസ്ത്രം ധരിക്കാൻ. അതുകൊണ്ട് നിങ്ങളെ കുപ്പായം ഉള്ളത് അത് മതാണ്, ദീനാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബുഖാരി ബാബു കാണാം തൊപ്പി ധരിക്കല് കണ്ടിട്ട്. അതുകൊണ്ട് തൊപ്പി ധരിക്കല് ബുഖാരി ബാബനിട്ട് കൊടുത്തുകൊണ്ട് തൊപ്പി ധരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അത് മതായി അവതരിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ബാബുൽ അമായിമി തലപ്പാവ് ധരിക്കാറുണ്ട്, അധ്യാസം തന്നെ ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് തലീകെട്ട് അടുക്കല് സുന്നികൾ വരണ മതി അത് ഇസ്ലാമാണ്, ദീനാണ്, സുന്നത്താന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അനുവദനീയാണ്, വിരോധമൊന്നുമില്ല അന്ന് പറയാൻ മാത്രം കൊടുത്തതാണ്. പക്ഷെ അതൊക്കെ ദീനായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വിധത്തുണ്ടാക്കുക. അപ്പൊ ഒരാൾക്ക് ഓപ്പറേഷനൊന്നും ഞാൻ ചെയ്യണില്ല, ഞാൻ നബിന്റെ കാലത്ത് കൊമ്പ് വെക്കുകയാണെങ്കിൽ കൊമ്പ് വെക്കാം. പക്ഷെ അതാണ് ഉത്തമം, അത് ദീനാണ്, സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല. ഒരാള് ബസ്സിലും കാറിലും ഒന്നും സഞ്ചരിക്കില്ല. ഞാൻ നബിന്റെ മാതിരി കൈതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടപ്പുറത്തും സഞ്ചരിക്കുകയാണെങ്കിൽ ഓനങ്ങനെ മാതിക്കാർ വിറ്റിട്ട് കൈത വാങ്ങിക്കാണ്ട് കൈതപ്പുറത്ത് നബി കൈതപ്പുറത്തെ സഞ്ചരിച്ച ധാരാളം സംഭവം ബുഖാരി കാണാം. കൈതപ്പുറത്ത് സഞ്ചരിക്കാം, നബി സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ്ട്. പക്ഷെ കൈതപ്പുറത്ത് സഞ്ചരിക്കലാണ് ദീന്, മാതാത് സുന്നത്താണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കൊമ്പ് വെക്കണ വിഷയവും കൊമ്പ് വെക്കണമെങ്കിൽ ഓന് വെക്കാം. പക്ഷെ അത് പുണ്യാണ്, സുന്നത്താണ്, നബി വെച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ ഹദീസ് എന്താണെന്ന് ഇവന്മാർ ആദ്യം പഠിക്കണം. ഹദീസിന് അതിന്റെ സത്ത, അതിന്റെ തത്വം പിടിക്കേണ്ടതുണ്ട്. ചിലതില് ബാഹ്യവും പിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ സത്തയാണ് നമ്മൾ പിടിക്കേണ്ടത്. കൊമ്പ് വെക്കാന്നുള്ളത് അതുപോലെ തന്നെ അതുപോലുള്ള വിഷയമാണ്. കൊമ്പ് അന്നത്തെ ചികിത്സ അത് നബിയായപ്പം കൊമ്പ് വെച്ചതല്ല. അപ്പന്മാരത് കാണിച്ചു തരണം. മുഹമ്മദ് നബി നബിയായപ്പം കൊമ്പ് വെക്കാൻ തുടങ്ങി, അതിന് മുമ്പ് കൊമ്പ് വെച്ചിട്ടില്ല. അത്